ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള മറ്റൊരു പ്രധാന വഴിപാടാണ് കേട്ടോ തെരളി. അത് വയനയിലയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ തെരളി. ഞാൻ എല്ലാ വർഷവും തെരളി ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ മണ്ടപ്പുറ്റ് ഉണ്ടാക്കാറുണ്ട്, അടയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല പച്ച പുന്നലരി വറുത്ത് പൊടിച്ചു ചെറിയൊരു തരിയോടുകൂടി വേണം നമ്മൾ തെരളി എടുക്കാനായിട്ട്. ശർക്കരയും നാളികേരവും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും ഒക്കെ ചേർത്താണ് തെരളി ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർ തെരളി ഉണ്ടാക്കുമ്പോഴും പഴം ചേർത്ത് മിക്സ് ചെയ്യാറുണ്ട്. അത് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിലാണ് പഴം ചേർത്ത് മിക്സ് ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ തെരളി ഉണ്ടാക്കുമ്പോൾ പഴം ചേർക്കാറേ ഇല്ല. പഴം ചേർത്ത് കഴിഞ്ഞാൽ അധിക ദിവസം ഇരിക്കില്ല, പിറ്റേ ദിവസം കഴിയുമ്പോൾ തന്നെ അത് വളിച്ചു പോവും. അധിക ദിവസം ഇരിക്കില്ല, പെട്ടെന്ന് കേടായി പോവും. അതുകൊണ്ട് ഞാൻ പഴം ചേർക്കാറില്ല. നല്ലപോലെ നമ്മൾ കൈകൊണ്ട് നല്ല പ്രസ് ചെയ്ത് കുഴയ്ക്കണം. എന്നാൽ മാത്രമേ നല്ല മിക്സായി നല്ലൊരു മയമായിട്ട് തെരളിയുടെ മാവ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയാണ് തെരളി ഉണ്ടാക്കാറ്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ കുമ്പിൾ എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന കുമ്പിൾ കൂട്ടിയാണല്ലോ ഉണ്ടാക്കാറ്. ഈ തെരളി ഉണ്ടാക്കുന്നത് നമ്മൾ ഈർക്കിൽ കോർത്തൊരു മാല പോലെയാണ് തെരളി ഉണ്ടാക്കാറുള്ളത്. അതിപ്പോൾ ഒരു ഇലയിൽ നമ്മൾ 2 പീസായിട്ട് വയ്ക്കും, അല്ലെങ്കിൽ ഒന്നായിട്ട് വെച്ച് നല്ലൊരു നീളത്തിലുള്ള മാല പോലെ കോർത്ത് ചുറ്റി വെച്ചിട്ടാണ് നമ്മൾ തെരളി ഉണ്ടാക്കാറുള്ളത്. തെരളിയുടെ മാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വറുത്ത് നല്ലൊരു നല്ല ഒരു മൂത്ത് വരണം മാവ്. എന്നിട്ട് ഉണ്ടാക്കുമ്പോഴാണ് തെരളി നന്നായിട്ട് വരിക കേട്ടോ. അട ഉണ്ടാക്കുന്നത് വട്ടയിലയിലാണ് ഉണ്ടാക്കാറ്. ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് പൊടിയണിയില എന്ന് പറയും. ആ വട്ടയിലയിലാണ് ഉണ്ടാക്കാറ്. അതിൽ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്സ് നല്ല പഴം വന്നിട്ട് ഞാലിപ്പൂവൻ, മധുര എണ്ണാൻ എന്നൊക്കെ പറഞ്ഞ് ഞാലിപ്പൂവൻ പഴമാണ് നമ്മൾ വയ്ക്കാറുള്ളത്. അതിൽ തേങ്ങയും ഏലക്കായും മിക്സ് ചെയ്ത് കുറച്ച് പഞ്ചസാര കൂടി, വളരെ കുറച്ച് മിതമായ പഞ്ചസാര കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഫില്ലിങ്ങാണ് നമുക്ക് അടയ്ക്കുള്ളിലേക്ക് വയ്ക്കുന്നത്. അത് ഈ പുന്നലരിയുടെ മാവ് തന്നെയാണ്, നമ്മൾ പൊടിച്ചത് തന്നെയാണ് എടുക്കുന്നത്. അത് പച്ച മാവിലാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത്. ആ പച്ച മാവ് നല്ല ലൂസായിട്ട്, ദോശയേക്കാൾ കുറച്ചുകൂടി ലൂസായിട്ട് വളരെ നേർത്ത രൂപത്തിൽ തവിയിലെടുത്ത് ഇലയിൽ പറ്റിച്ചിട്ട് അതിൽ ഫില്ലിങ് നമ്മൾ കുറച്ച് കൂടുതൽ വയ്ക്കും. അങ്ങനെയാണ് നമ്മൾ അട ഉണ്ടാക്കാറ്. ഒത്തിരി ആളുകളൊന്നും ഈ അട ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അട ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ല. അടയ്ക്ക് ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രം തിരുവനന്തപുരത്ത് ഉദിനൂർ ക്ഷേത്രമാണ്. അവിടെ അട വഴിപാട് ഏറ്റവും ഒരു പ്രധാന വഴിപാടാണ് കേട്ടോ. ഇതിനേക്കാളൊക്കെ ഒരു പ്രധാന കാരണം, നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ദേവിയുടെ നൈവേദ്യം കഴിഞ്ഞതിന് ശേഷം മാത്രമേ രുചിച്ച് നോക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മണം പോലും നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കാനോ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു കേട്ടോ.